ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽസ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ യോർക്കിലുള്ള യോർക്ക് മിനിസ്റ്റർ കാണാനാണ് പോകുന്നത്. ഷെഫീൽഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hours ഉണ്ട് ഈ യോർക്ക് മിനിസ്റ്ററിലേക്ക്. ഇന്ന് നമ്മൾ വീക്കെൻഡൊക്കെ ആയപ്പോൾ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മഴയുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴത്തേനും. ഈ കാണുന്നതാണ് യോർക്ക് മിനിസ്റ്റർ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തിയതും ഒരു റോഡ് ട്രെയിൻ കണ്ട് മ്യൂസിയത്തിലേക്ക് പോകുന്ന ഈ ഒരു കത്തീഡ്രലിൻ്റെ ഭംഗി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തു നിന്ന് കുറച്ചധികം സമയം നിന്ന് തന്നെ നോക്കണം. ഈ യോർക്ക് മിനിസ്റ്റർ ഓൾമോസ്റ്റ് 300 years എടുത്തിട്ട് ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണ്. ഇത് 1220 മുതൽ 1500 വരെ സമയമെടുത്തിട്ടാണിത് ഉണ്ടാക്കിയത്. അപ്പോൾ കത്തീഡ്രലിൽ കയറുന്നതിന് മുന്നായിട്ട് കുറച്ചധികം ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചധികം നേരം നിന്നു. പിന്നെ റയാനെ കൂട്ടി. റയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ അവൻ ചിരിക്കും. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന എൻട്രൻസിലേക്ക് പോയി ടിക്കറ്റ് എടുത്ത് പതുക്കെ ഉള്ളിലേക്ക്. നമ്മൾ ആദ്യം എൻട്രി ചെയ്തത് ചർച്ചിൻ്റെ നേവിലേക്കാണ്, വിച്ച് ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ കത്തീഡ്രൽ. ഓൾമോസ്റ്റ് 60 years എടുത്തിട്ടാണ് ഈ ഒരു നേവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ തന്നെ ദ ലാർജസ്റ്റ് ഗോത്തിക് നേവ് ആണ് നമ്മളിപ്പം ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ പോയത് സൗത്ത് ട്രാൻസെപ്റ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. ഇതാണ് കത്തീഡ്രലിൻ്റെ ഏർലിയസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. 1220 ഇത് പണി കഴിപ്പിച്ചത്. സോ നമ്മൾ സൗത്ത് ട്രാൻസെപ്റ്റിൽ നിന്ന് നേരെ ചെല്ലുന്നത് ചാപ്റ്റർ ഹൗസിലേക്കാണ്. ഈ കാണുന്നതാണ് ചാപ്റ്റർ ഹൗസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൽ ജം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്ലേസാണിത്. ഒരു ഒക്ടഗണൽ ഷേപ്പിൽ ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മൾ ചാപ്റ്റർ ഹൗസിൽ നിന്ന് പതുക്കെ ഇറങ്ങി നേരെ ക്വയർ നടക്കുന്ന ഏരിയയിലേക്ക് പോയി. ഈ ഏരിയ എന്ന് പറയുന്നത് 1829 ഒരു ഡെലിബറേറ്റ് ഫയറിന് ശേഷം റീബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് സെൻറ്റ് കുത്ബർത്ത് വിൻഡോ കൺസർവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സിബിഷനിലേക്കാണ്. അതായത് ഒറിജിനൽ ഗ്ലാസ് പാനൽസിൽ കൺസർവേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലൈഫ് ഓഫ് സെൻറ്റ് കുത്ബർത്ത് ഫ്രം ബർത്ത് ടു ഡെത്ത് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ നേവിൽ നിന്ന് നോക്കി കാണാൻ പറ്റാത്ത ഒരു ക്വയർ ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാവരും ഉണ്ടായിരുന്നു. ഗൈഡ് അവർക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കത്തീഡ്രലിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് അണ്ടർക്രോഫ്റ്റ് മ്യൂസിയം. ഈ മ്യൂസിയം എന്ന് പറയുന്നത് റോമൻ സോൾജിയേഴ്സ് താമസിച്ചിരുന്ന മ്യൂസിയത്തിൻ്റെ ഓരോ പാർട്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ചെന്നപ്പം എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ഒന്ന് വായിച്ച് പതുക്കെ നടന്നു പോകാനാണെങ്കിൽ നമ്മൾ ഈ പോകുന്ന ഒരു 2-3 hours ഒന്നും പോരാ. ഓൾമോസ്റ്റ് ഒരാഴ്ച തന്നെ വേണ്ടിവരും. ഇവിടെയുള്ള ഗൈഡ്സും അത് തന്നെയാണ് പറയുന്നത്. ഇത് ഫുള്ളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് ആഴ്ചകൾ തന്നെ വേണ്ടിവരും. നമുക്ക് ഈ കാണുന്ന ഡിസ്പ്ലേയിൽ ഓൾമോസ്റ്റ് 1200 മുതൽ ഈ പ്രസൻറ്റ് ഡേ വരെയുള്ള ചേഞ്ചസ്, ഈ ചേർച്ചിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ കാണുന്ന മൊത്തത്തിൽ ഈ ഒരു യോർക്ക് മിനിസ്റ്ററിൻ്റെ ഉള്ളിൽ നടന്ന് കാണുന്ന ഒരു സംഭവം ഒറ്റ ഒരു ഡിസ്പ്ലേയിൽ കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് നമുക്കത് കാണാൻ പറ്റി. ഈ കാണുന്നത് ഈ ബിഷപ്സിൻ്റെയൊക്കെ എന്താ പറയുക, അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഈ സാധനങ്ങളെല്ലാം മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കുഴിച്ചെടുത്തിട്ടും അതേപോലെ തന്നെ തീപിടുത്തം ഉണ്ടായിട്ട് കിട്ടിയ ഭാഗങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം എത്ര ബ്യൂട്ടിഫുള്ളിയാണ് അവരെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്കതിനകത്ത് ഇവരുപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോത്ത്സ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും ബൈബിൾസ് ആണെങ്കിലും പ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം നിന്ന് വായിച്ചിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ചേർച്ച് 5 o'clock ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് അതിന് അകത്ത് നമ്മൾ ഓടി ഒന്ന് കാണാനുള്ള ഒരു ഗ്യാപ്പേ നമുക്ക് ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ യോർക്ക് മിനിസ്റ്റർ ഉള്ളിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞത് എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എക്സിറ്റിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ചെറിയൊരു സുവനീർ മേടിച്ച് പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല ഭംഗിയാണ്. ഉള്ളിലെ പോലെ തന്നെ അതിമനോഹരമാണ് നമ്മുടെ ഈ പുറത്തുള്ള കാഴ്ചകളും. ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫീൽഡിലേക്ക് തിരിച്ചു പോകാൻ റെഡിയായി പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
റയാൻ ഇതേപോലെ ക്ഷീണിച്ചു, ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ മട്ടിലാണ് ആൾ. അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യോഗ മിനിസ്റ്റർ. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.